ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോണത് ചെത്തുമാങ്ങ അച്ചാറാണ്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെത്തുമാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെത്തുമാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 7 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെത്തുമാങ്ങ അച്ചാർ നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് വലിയ പീസൊക്കെ ആവുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ മാങ്ങയും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലുണ്ടായിരുന്ന 2-3 മാങ്ങ കുറച്ച് ഇങ്ങനെ മൂപ്പായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അധികം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല പുളി തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പച്ച മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മാങ്ങയും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെ അങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് നമ്മളിത് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം ആവണ വരയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ മാങ്ങ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് കോരിയെടുക്കാം. ഇനി ഞാനിവിടെ മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉപ്പുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ചുള്ളൂ, അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു വെള്ളം എടുക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാറിന് നല്ലൊരു കളറും നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അച്ചാർ കുറേ നാളിങ്ങനെ കേടുകൂടാതിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഉപ്പ് വെള്ളത്തിലല്ലേ ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം മാങ്ങ കഷ്ണങ്ങളിലും ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെത്തുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാക്കി വെച്ചതിന് ശേഷം 2 ആഴ്ച പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് പാകമായതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു ചെത്തുമാങ്ങ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെറും മുളക് കൂട്ടിയിട്ട് നമ്മൾ മാങ്ങ കഴിക്കണ അതേ ടേസ്റ്റാണ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് പാകമായാൽ മാത്രമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്